നമസ്കാരം. ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ? കരിയറുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് ഡിവൈൻ തരുന്നത് എന്നാണ് നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്. ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. 2 ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർഡ്സ്. നിങ്ങളുടെ കരിയർ, നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് വരുന്ന ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ പുതിയൊരു ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രീം ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫുൾഫിൽ ആകാൻ പോകുന്ന ഒരു മെസ്സേജാണ് ചില ആളുകൾക്ക് വരുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് റീച്ച് ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് നടത്തണോ അതിലേക്ക് നിങ്ങൾ എൻ്റർ ആവും. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റക്കായിട്ട്, നിങ്ങൾക്ക് ഒരു പഠിത്തത്തിലൊക്കെ ഒരു എനർജിയിലൊരു സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ പവർഫുള്ളായിട്ട് നിങ്ങൾ ആ ഒരു അത്രയും അത്രയും മെൻ്റലി സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു മെസ്സേജാണ് ഏസ് ഓഫ് സോർഡ്സിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയോടെ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയറിലേക്ക് എത്തിക്കാനും സാധിക്കുന്ന ഒരു മെസ്സേജാണ്. അതുപോലെ നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് വർക്ക് എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നില്ലായിരുന്നു എങ്കിൽ അവിടെയും ഒരു മാറ്റം വരുന്ന ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഓപ്പൺ ആകുന്ന ഒരു മെസ്സേജ് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ആ പ്രഷറിനെ റിലീസ് ചെയ്യുന്ന എന്തോ ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് വരാൻ പോകുന്ന ഒരു മെസ്സേജാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിൽ റെസ്പോൺസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവായ കാര്യങ്ങളെയൊക്കെ ക്ലെയിം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.